പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള സാരി വേണ്ടേ, ഡെയിലി ഓഫീസിൽ പോകാൻ, അപ്പോൾ അങ്ങനെ പോകാനൊക്കെയുള്ള ഒരു സാരി കേട്ടോ ഇത്. സ്കൂളിൽ പോകാനൊക്കെ നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്ത് ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു സാരി. ഇത് ഗ്രീൻ സിൽക്ക് മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഈ സാരിയുടെ ബോർഡർ വരിക. കണ്ടേ, ഈ ബോർഡറല്ലേ ഇതിന് കൂടുതൽ ഭംഗിയാക്കുന്നു. മൾട്ടി കളറിൽ വന്നിരിക്കുന്നു. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് വേണമെങ്കിൽ ഇടാം, ഇതിൻ്റെ സെയിം ബ്ലൗസ് വേണമെങ്കിലും ഇടാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. പിന്നെ ലോവർ പോർഷനിലും ആ ഡിസൈൻ അതുപോലെ തന്നെ വരുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് ഇതേ രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിസൈൻ എല്ലാം സെയിം. നമുക്കൊന്ന് കാണാം. ഒണിയൻ പിങ്കിൻ്റെ ഷെയ്ഡിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഫുള്ള് വരിക. രണ്ട് സൈഡിലും ബോർഡർ. ആ ബോർഡറാണ് ഈ സാരിയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും 735 ഈ സാരി വന്നിരിക്കുന്നത്. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. പല്ലു പോർഷനിൽ ആ ബോർഡർ അങ്ങനെ ഇതിൻ്റെ തന്നെ സ്വല്പം വലിയ ബോർഡറായിട്ടാണ് പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ എൻഡിൽ ചെറിയൊരു ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതൊരു ബേജ് ഷെയ്ഡാണ്. ബോർഡർ കണ്ടോ, ആ സാരിക്ക് ആ ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും കൂടെ വരുമ്പോൾ ആ സാരിയെ കൂടുതൽ ഭംഗിയാക്കുന്നു. റേറ്റ് ആണെങ്കിലും വളരെ അഫോർഡബിൾ പ്രൈസ് എന്ന് പറയാം. 735. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ചെറിയൊരു ബോർഡറും വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെ വരുന്നു. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബോർഡർ എല്ലാം തന്നെ അതുപോലെ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. മൾട്ടി കളേഴ്സ്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസ് ഇതിന് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സൈഡിൽ ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ബോർഡറും വരുന്നുണ്ട്. സ്കൈ ബ്ലൂ ഷെയ്ഡാട്ടോ. ഇതിനകത്ത് ഞാൻ കാണിക്കുന്നതിൽ നിന്നും വലിയ കളർ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഡൗട്ടുള്ളവർ വീഡിയോ കോളിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗം നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാട്ടോ. നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഗ്രീൻ സിൽക്കാണ് കേട്ടോ സാരി. നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരി. സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്റ്റാർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് സ്റ്റാർച്ച് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയാണ് പല്ലു വരിക. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. പ്യുവർ ബ്ലാക്ക് അല്ല എങ്കിൽ ഡാർക്ക് ഗ്രേയും അല്ല, അങ്ങനെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റായിട്ട് ആ ബോർഡറും വന്നിരിക്കുന്നു. ഇങ്ങനെ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ബോർഡർ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നതും. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. റേറ്റ് 735. ഇത് പിസ്ത ഗ്രീനിൽ ആ കോൺട്രാസ്റ്റ് ബോർഡർ. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ അറിയാലോ, എല്ലാ കളറിനും ഈ ബോർഡറും കൂടെ വന്നപ്പോൾ നല്ല രസമായിട്ടല്ലേ വന്നിരിക്കുന്നത്. റേറ്റ് ആയാലും നമുക്ക് ഉൾക്കൊള്ളാവുന്ന റേറ്റ് അല്ലേ ഉള്ളൂ. അതുപോലെ ഡെയിലി വെയർ ആയിട്ട്, ഓഫീസ് വെയർ ആയിട്ട്, അപ്പോൾ ചർച്ച് വെയറോ എങ്ങനെ വേണേലും നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും എളുപ്പത്തിൽ വെയർ ചെയ്യാവുന്ന ഒരു സാരിയാണ്. അതുപോലെ ഒത്തിരി ട്രാൻസ്പാരൻ്റ് ഒന്നുമല്ല. ഗ്രീൻ സിൽക്കാണ്. ഗ്രീൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ മിക്കവർക്കും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രീൻ സിൽക്കിൻ്റെ പലതും ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. അതുപോലെ ഇതിനെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടും ഒക്കെ നമുക്കിതിനെ വെയർ ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇടാം. ഇപ്പോൾ ഇതിൻ്റെ ഏത് കളറായാലും, ഇപ്പോൾ ഗ്രീനിനൊക്കെ പിങ്ക് ആയാലും നല്ലൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതും ഗ്രീൻ സിൽക്ക് തന്നെയാണ് കേട്ടോ. ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡായിട്ടാണ് ഇതും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. രണ്ട് സൈഡിലും ബോർഡർ. ബോഡി പാർട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നു. പല്ലു പോർഷൻ എങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. വിത്ത് ബ്ലൗസാണ്. ഈ ഡിസൈനിലുള്ള അതേ ഡോട്ട്സ് തന്നെ ഈ ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 625 വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ വരുന്നത്. ഇങ്ങനെ വരുന്നു. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്.
പെട്ടെന്നൊന്ന് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 625. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.